ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനാമിക ഈ പ്രോപ്പർട്ടിയുടെ കാര്യം വേണുവിനോട് വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തോളാം, ആ പ്രോപ്പർട്ടി അവരെ കൊണ്ട് കാണിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? മോള് പറഞ്ഞത് ആ പ്രോപ്പർട്ടി ദേവേനിക്ക് കാണണമെന്നല്ലേ, അവർക്കിനി എന്തെങ്കിലും സംശയമുണ്ടോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, സംശയമുണ്ട്, അത് ഉറപ്പല്ലേ, ഏതായാലും അവർക്ക് വിശ്വാസമാകുന്ന രീതിയിൽ ആ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കണം, എങ്കിലേ പ്രശ്നങ്ങൾ സോൾവ് ആവുള്ളൂ. പിന്നെ ഒരുപാട് കാലമൊന്നും നമ്മുടെ മോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നൊന്നും ഇല്ലല്ലോ, അവൾ ഇറങ്ങുന്നത് വരെ പ്രശ്നങ്ങളില്ലാതെ പോകണം, അതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യയും അഭിയും കൂടി കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് വരുന്നതാട്ടോ. ഇവരെ കാണുന്നത് ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് ഗോവിന്ദന്. അഭിയെ കാണുമ്പോൾ പ്രത്യേകിച്ച്. ഏതായാലും അകത്തോട്ട് കയറി വരുന്നത് കനക ഓടി വന്ന് കുഞ്ഞിനെ എടുക്കും, എന്നിട്ട് കൊച്ചിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവിടുത്തെ രീതികളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും. അന്നേരം അഭിയും പറയുന്നുണ്ട്, ഇവൾക്ക് ഒന്ന് മനസ്സമാധാനം ആയിക്കോട്ടെ എന്നോർത്താണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവിടുന്നത് എന്ന് പറയുവാണ് കേട്ടോ. അന്നേരം നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, കണ്ടോ അഭിയുടെ മുഖത്ത് പാട് കണ്ടോ, അവിടുത്തെ മുത്തശ്ശൻ ഇവനെ തല്ലിയതാണ്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തുവെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ, അല്ലാതെ വെറുതെ ചെയ്യില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയുവാണ്, എന്തിനാ തല്ലി ഇതെന്ന് നീ പറഞ്ഞു കൊടുക്കും നവ്യെ. അന്നേരം നവ്യ പറയുന്നുണ്ട്, അഭി അതിന് അത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവിടെ രണ്ട് നിയമങ്ങളാണല്ലോ, ആദർശേട്ടൻ എന്ത് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല, ഇവൻ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആ കിഴവന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം അത് കേൾക്കുന്ന ഗോവിന്ദന് ദേഷ്യം വരും, നിർത്തടി, നീ ആരെ കിഴവനെന്ന് വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അവിടുന്ന് ഇങ്ങനെ കനക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മോളെ അവിടെ പലരും അദ്ദേഹത്തെ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടാവും, പക്ഷേ നീ ആ കൂട്ടത്തിൽ കൂടണ്ട എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയാണ്, എങ്ങനെയാച്ചാ പറയാതിരിക്കുന്നത്, അഭി ആകെ ചെയ്തത് ഒരു ചെറിയ തെറ്റാണ്, അതുപോലെ ഒരു വലുതാക്കി കാണിക്കുക, അപ്പം പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, അഭി എന്ത് തെറ്റാ ചെയ്തേ, നീ അത് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവനിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ മാനേജറല്ലേ, GM അല്ലേ, അതുകൊണ്ട് അവിടെ സെയിൽസ് കൂടാൻ വേണ്ടി അവൻ വിത്തൗട്ട് ബില്ല് ഇത്തിരി സ്വർണ്ണം അങ്ങ് കൊടുത്തു, അതാണ് ഇത്രയും വലിയ പ്രശ്നമായിട്ട് അവരെടുത്ത് കാണിക്കുന്നത്, അതിങ്ങനെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി സാർ വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണിത്, നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ അഭിക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല, അതിനേക്കാൾ തെറ്റാണ് ആദർശേട്ടൻ ചെയ്തത്, പക്ഷേ അതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല, ഞാനും വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞ് ആർക്കും മനസ്സിലാവില്ല, അവിടെ എല്ലാവർക്കും ആദർശേട്ടനെ പൊക്കിക്കൊണ്ട് നടക്കണം, ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല, ഇവൻ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കാരണത്ത് പാടും വീഴും, ആ ഒരവസ്ഥയാണ്, പിന്നെ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അന്തസ്സ് കളയാതെ നോക്കണം, അതാണ് വേണ്ടതെന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇപ്പോൾ ആർക്കും ഇവനോട് ഒരു സ്നേഹവും ഇല്ല, എല്ലാവർക്കും ഇപ്പോൾ ആദർശേട്ടനെ മതി, നേരത്തെ ആദർശേട്ടൻ്റെ കാര്യം പറയുന്നതേ ദേഷ്യം വരുമായിരുന്നല്ലോ, മുഖം കറക്കുമായിരുന്നല്ലോ രണ്ടുപേരുടെയും, ഇപ്പോൾ അങ്ങനെയല്ല, അവൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി കാണുമല്ലേ നിങ്ങളുടെയൊക്കെ എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നവ്യ അകത്തേക്ക് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അഭി എന്നേരത്തേക്ക് നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ആദർശേട്ടൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു, അന്ന് ആദ്യമായിട്ട് ആ വീട്ടിൽ പോയത് ഞാനും മുത്തശ്ശനും ആദർശേട്ടനും കൂടിയാണ്, അന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി, ആ തെറ്റ് ഞാൻ ഏറ്റെടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശനാണ് വേണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെ പോലും ആദർശേട്ടനെ രക്ഷിക്കാൻ നോക്കിയവനാണ് ഞാൻ, എന്നിട്ടാണ് എനിക്ക് ആ വീട്ടിൽ ഒരു വിലയില്ലാത്തത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അനാഥയായ ജലജയുടെ മകൻ ല്ലേ ഞാൻ, ആ ഒരു വേർതിരിവ് അവർ കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ അഭി അകത്തോട്ട് കയറി പോവാ കേട്ടോ. മൊത്തം അഭിനയമാണ്. എങ്കിലും അന്നേരം ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഗോവിന്ദൻ കനകയോട് പറയുക, അവൻ്റെ സംസാരം കേട്ടിട്ട് അവൻ്റെ മറ്റേ ചികിടത്തോടെ പാട് വീഴിക്കാനാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയാണ് തോന്നിയേ, എന്നെ ദുഷ്ടനാവൻ, സാധാരണ തെറ്റ് ചെയ്ത് അവർക്കൊരു കുറ്റബോധം എങ്കിലും കാണും, അവൻ അതുപോലും ഇല്ലല്ലോ എന്നാണ് കനക പറയുന്നത്. ഏതായാലും നവ്യ അകത്തോട്ട് പോയത് ചായ ഇടാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അഭിക്ക് നവ്യക്കുള്ള ചായയൊക്കെ ഇട്ടത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇവർക്കൊക്കെ എന്തൊക്കെയോ മാറ്റമുണ്ട്, മിക്കവാറും നിൻ്റെ അനിയത്തി ഇവിടെ വന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് നേരെ തിരിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു തിരിക്കാൻ അവൾ മാത്രമല്ലല്ലോ ഉള്ളത്,
ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ നന്ദു, അവൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ആദർശമായിട്ട് തെറ്റൊന്നും ചെയ്യില്ല എന്നിങ്ങനെ ചിലപ്പോൾ അവളും സംസാരിച്ച് കാണുമായിരിക്കും എന്നിങ്ങനെ പറയും. അന്നേരം അബിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ നന്ദുവിനോട്. അതുകൊണ്ട് അബി പറയുക അവളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവൾ ഒരാൾ കാരണമല്ലേ ഈ അനാമികയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയത്, അവളുടെ പുറകെ അനി നടക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ നീ പറയൊന്നും വേണ്ട, അവളുടെ സ്വഭാവം കൂടിയുണ്ട്. എനിക്കൊരു കാരണമായിട്ട് അവൾക്ക് മര്യാദക്ക് അനിയെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുകയില്ലായിരുന്നു. എന്നിട്ട് അവൾ ഇതൊക്കെ പറയുമായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. അവൾ അവളുടെ തോന്നിവാസത്തിന് നടക്കുമല്ലേ, എന്നിട്ട് എന്തിനാ നന്ദുവിനെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട് അതൊക്കെ നേരാണ്, പക്ഷേ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത്, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവളുടെ കൂടെ നിൽക്കുന്നത് ഉള്ളൂ. പക്ഷേ അവളുടെ സ്വഭാവവും ശരിയൊന്നുമല്ല, അവളും അവളുടെ വീട്ടുകാരും മൊത്തം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അബി പറയുക എന്തൊക്കെ പറഞ്ഞാലും അനാമിക ചന്തുമോളെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊന്നുമില്ലല്ലോ, അവൾ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയല്ലേ, ആ ഒരു വ്യത്യാസം നീ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് കൂടുതലൊന്നും ദേഷ്യപ്പെടാതെ നിൽക്കുന്നത്, അല്ലാതെ അവളുടെ സ്വഭാവ ഗുണം കൊണ്ടൊന്നും അല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് അബി അവിടുന്ന് പതിയെ ഏക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും ഞാൻ പോയിട്ട് വൈകിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വേണ്ടി വരാമെന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും വേണോ നിനക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും വേണോ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നും വേണ്ട അബി, പൈസ വെറുതെ കളയണ്ട എന്നാണ് പറയുന്നത്. അന്നേരം അബി ഒന്നുകൂടെ പറയുന്നുണ്ട് ഏതായാലും നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം, തെറ്റ് ചെയ്ത ആദർശേട്ടനെ ഇനി ഒരിക്കലും അവരെ സ്നേഹിക്കരുത്, അതുകൊണ്ട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അബി അവിടുന്ന് ഇറങ്ങുന്നത്. ഈ സമയം ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ കനകയും ഗോവിന്ദനും കൂടെ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മോൻ അച്ഛനെ പോലെ വളരരുത് കേട്ടോ, മുത്തശ്ശനെ പോലെയും അതുപോലെ ആദർശ വല്യച്ഛനെ പോലെയും ഒക്കെ ആകാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരമാണ് അബി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ഏതായാലും ഇറങ്ങുക, എനിക്കിപ്പോൾ ജ്വല്ലറി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് എവിടെ പോയാലും ആ പോകുന്ന സ്ഥാപനത്തിന് അന്തസ്സ് കളയാതെ നോക്കണം എന്നിങ്ങനെ പറയുക. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അബിക്ക്. അന്നേരം അബി ചോദിക്കും ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, നേരത്തെ ഇങ്ങനെ സംസാരിച്ചല്ലോ ഞാൻ ചെയ്തത്, അത്ര വലിയ തെറ്റൊന്നും അല്ല, വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു എന്ന് കരുതി അത് ഇത്രയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പൊടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ ചിലരെന്നെ വീട്ടിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, ഏതായാലും ആദർശേട്ടൻ അത്രയും തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നന്ദു അങ്ങോട്ട് വരുന്നു കേട്ടോ. അന്നേരം നന്ദു കളിയാക്കി ചോദിക്കുന്നതാണ് ജ്വല്ലറിയിൽ എന്തൊക്കെയോ തിരുമറികളൊക്കെ നടത്തിയെന്ന് കേട്ടല്ലോ എന്ന്. നേരത്തേക്കും ഞാൻ അങ്ങനെ വലിയ തിരുമറിയൊന്നും നടത്തിയിട്ടില്ല, വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു, അത് വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയും. അതായത് അത്ര വലിയ തെറ്റൊന്നും അല്ല, പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട് ഏതായാലും ആദർശേട്ടൻ ചെയ്ത പോലത്തെ തെറ്റൊന്നും ഇതുവരെ അനന്തപുരി തറവാട്ടിൽ ഒരാളും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റ് അതങ്ങ് ഉയർത്തി കാണിക്കണം എല്ലാവർക്കും, അതിനുവേണ്ടിയാണ് എല്ലാവരും പിന്നെ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്, അതിൻ്റെ പേരിൽ മുത്തശ്ശൻ എന്നെ കരണത്ത് അടിക്കുകയും വരെ ചെയ്തു എന്നിങ്ങനെ പറയുക. അപ്പോൾ നന്ദു മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് എടാ നിൻ്റെ കരണത്തിട്ടല്ലായിരുന്നു തല്ലേണ്ടത്, നിൻ്റെ നട്ടലിടിച്ച് വെള്ളമാക്കുകയായിരുന്നു ചെയ്യേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അന്നേരം അബി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല, ഏതായാലും ആദർശേട്ടൻ ചെയ്ത പോലത്തെ ഒരു തെറ്റ് അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അത് നേരാണ്, അത്രയും നെറുകെട്ട പ്രവൃത്തി ഇതുവരെ അനന്തപുരി തറവാട്ടിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സംസാരം അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട എന്ന് കരുതി ഗോവിന്ദൻ പറയും ഏതായാലും അബി പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ചെല്ലേ എന്ന് പറയും. എങ്കിൽ ശരി ഞാൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുവാണ് ഇവനെ സമ്മതിക്കണം കേട്ടോ, അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു എന്ന്. അന്നേരം നന്ദു പറയുവാണ് നമുക്ക് അങ്ങനെയെല്ലാം തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അച്ഛാ, എന്ത് ചെയ്യാനാ, ചേച്ചി വന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം കനക ചേച്ചി വരാതെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇരിക്കോടി എന്ന് ചോദിക്കും. അന്നേരം കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ നന്ദു. പിന്നെ വേണുവിനെയാണ് കാണിക്കുന്നത്. വേണു രേവതിയും കൂടെ ഇങ്ങനെ പ്രോപ്പർട്ടി ദേവേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയിലാണ്. പിന്നെ ഇത് ബ്രോക്കറോട് കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേണു വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി. അന്നേരം ഇതെല്ലാം കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്, നമ്മൾ പാപ്പരാണ്, ഏറെക്കുറെ അനന്തപുരിക്കാരെ മനസ്സിലായി കഴിഞ്ഞു, എങ്കിൽ ഈ വാക്കിയും കൂടെ നമുക്കങ്ങ് തുറന്ന് പറഞ്ഞാലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും നാൾ നമ്മൾ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിന്നില്ലേ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം, കുറേ കാലമായി സത്യങ്ങൾ പറഞ്ഞിട്ട് സത്യം പറയാൻ തന്നെ ഇപ്പോൾ മറന്നു തുടങ്ങി എന്നൊക്കെയാണ് വേണു പറയുന്നത്.
എന്തായാലും രണ്ടുപേരും കൂടെ ആ പ്രോപ്പർട്ടി വാങ്ങുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ രേവതിക്ക്. അന്നേരം വേണു പറയും, ടെൻഷൻ അടിച്ച് വീട്ടിലിരുന്നാൽ അതേ നടക്കുള്ളൂ, ഏതായാലും നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവുക. ഈ സമയം അനാമികയും നല്ല ടെൻഷനിലാണ് അനന്തപുരിയിൽ. അന്നേരം ദേവേനയും നയനയും കൂടെ വന്നിട്ട് മോളെ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനി ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനി വേണമെന്നില്ല, നമുക്ക് പോയി കാണാമെന്നല്ലേ ഉള്ളൂ, എനിക്ക് ആ പ്രോപ്പർട്ടി ഒത്തിരി ഇഷ്ടമായിരുന്നു, മോൾ അവിടെ വീട് പണിയുവാണെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അനാമിക. അന്നേരം എന്താ മോളിങ്ങനെ നിൽക്കുന്നത്, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ദേവേനെ അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത്, മോളുടെ പ്രോപ്പർട്ടി കാണാൻ മോളുടെ കൂടെയല്ലേ ഞങ്ങൾ പോകണ്ടേ, അല്ലാതെ ഞങ്ങൾ തന്നെ പോയിട്ട് എന്താ കാര്യം, മോള് വാ എന്നിങ്ങനെ പറയുക. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ അനാമിക. ഇത് കാണുന്ന നയന ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കൊരു ബുദ്ധിമുട്ട് പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് പോകാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്ന് പോയി കഴിയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ മനസ്സിലോർക്കുക, ഇതിൻ്റെ എല്ലാം പിന്നെ നീയാണെന്ന് എനിക്ക് അറിയാം. പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ്. വേണു ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ദേവയാനിയും അനാമികയും ഒക്കെ ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അന്നേരം നല്ല ടെൻഷനായിട്ടോ രേവതിക്ക്. രേവതി എങ്ങനെയെങ്കിലും അവരത് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും, നാണക്കേടാകില്ല എന്നിങ്ങനെ പറയാം. അതൊന്നും സാരമില്ല, ഇത് അങ്ങനെ പിടിക്കപ്പെടുകയൊന്നുമില്ല എന്നും തന്നെ ഇങ്ങനെ പറയുകയാണ് വേണു. ഏതായാലും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും അനാമികയും ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. അന്നേരം ആ പ്രോപ്പർട്ടി ഇറങ്ങി നിന്നിങ്ങനെ കാണുന്നുണ്ട് എല്ലാവരുടെ. നേരെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഇനി എന്നാ ഇവരുടെ വർക്ക് തുടങ്ങുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇതിൻ്റെ പൈസ മൊത്തം കൊടുത്തിട്ടുണ്ട്, 1 കോടി രൂപയേ കൊടുത്തിട്ടുള്ളൂ, സെൻറ്റിന് 30 ലക്ഷം രൂപ വില വരുന്ന പ്രോപ്പർട്ടിയാണ്, മൊത്തം 3.5 കോടിയോളം രൂപ വരും. അത് കൊടുത്ത് വേണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്തായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയിലാണ്, അയാൾ ജനുവരിയിലേ വരുള്ളൂ, അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുള്ളൂ, അപ്പോൾ അതിനുശേഷം വീട് പണി നടക്കുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ദേവേന് പെട്ടെന്ന് ഇങ്ങനെ നയനോട് പറയാം, എങ്കിൽ നമുക്ക് വീട് പണി കിരണിനെ ഏൽപ്പിക്കാമെന്ന്. അന്നേരം വേണു അങ്ങ് എന്തോ പോലെ ആവും കേട്ടോ. അപ്പോൾ വേണു ആകെ ഒരു വിഷമാണ് കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വേറെ നല്ല ആൾക്കാരുണ്ടല്ലോ പണിയിപ്പിക്കാൻ, എഞ്ചിനീയർമാർ, അവരെ ഏൽപ്പിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ലീഡിങ് കമ്പനി കിരണേട്ടൻ്റെ ആണ് എന്ന് പറയുമ്പോൾ, നമുക്ക് അത്ര വലിയ ലീഡിങ് ഒന്നും വേണ്ടെന്നേ, അടുത്ത് നിന്ന് നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറെ മതി എന്ന് പറയും. അന്നേരം നയന പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ വർക്ക് എന്തെങ്കിലും തീരുമോ എന്ന്. അന്നേരം അനാമിക, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ, ഞങ്ങൾക്ക് അത്രയ്ക്കും പൈസ ഇല്ലെന്നാണോ നീ കരുതിയത് എന്ന് ചോദിക്കും. അന്നേരം വേണു ഒരു നെക്ലേസ് വരുത്തി വെച്ച വിനയ, ഏതായാലും ഞങ്ങൾ അത്രയ്ക്ക് പൈസ ഇല്ലാത്തവരൊന്നും അല്ല കേട്ടോ, അനന്തപുരിക്കാരുടെ അത്ര ഇല്ലെങ്കിലും അതിനൊപ്പം നിൽക്കുന്ന ഫാമിലിയാണ് ഞങ്ങളുടേതും, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിലും അത് തുറന്ന് പറഞ്ഞ് ഓർത്ത് കുഴപ്പമില്ല കേട്ടോ, മോളുടെ വീട്ടുകാർ അത്ര പൈസ ഉള്ളവരൊന്നും അല്ല, പക്ഷേ അവർക്കൊരു കുഴപ്പമില്ലല്ലോ, അതുപോലെ തുറന്ന് പറയുന്നതാണ് ഞങ്ങൾക്കും ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ പൈസയ്ക്ക് കുറവൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് വേണു പറയുന്നുണ്ട്. എന്നാൽ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയും. എന്നിട്ട് അവിടെ നിന്ന് പോരുവാണ് ദേവയാനി അനാമികയെല്ലാം. അന്നേരം ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വീട്ടിൽ വരെ പോയിട്ട് വരാൻ കേട്ടോ എന്നിങ്ങനെ പറയും. ആയിക്കോട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ എന്ന്. അന്നേരം അതുകൊണ്ട് അത് ഉറപ്പല്ലേ അമ്മ എന്നിങ്ങനെ ദേവേനോട് നയനം പറയുന്നുണ്ട്. ഇത് വേറെ ആരുടെയോ പ്രോപ്പർട്ടിയാണ്, ഏതായാലും ഞാനും ആദർശേട്ടനും കൂടി ഇതെല്ലാം കണ്ടുപിടിക്കുമെന്ന് ഇങ്ങനെ നയന പറയുന്നുണ്ട്. ഏതായാലും നല്ല ടെൻഷനിൽ ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.